നിലപാട് ആർക്കാണ് ഈ പിണറായിക്കാണോ വി.ഡി. സതീശനാണോ? നിലപാടുകൾ രാജാവ് പിണറായി വിജയനല്ലേ. പുള്ളി ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പുള്ളി പറയുകയും പറയാൻ പറ്റുന്ന കാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വി.ഡി. സതീശന് അപ്പൊ നിലപാടില്ലെന്നാണ് ചേട്ടൻ? ഒരു നിലപാടുമില്ല, പറയണതിന് വിപരീതമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതെന്തായിരിക്കും? ഒരു കാര്യം 2-3 കാര്യം പറയാം. തീർച്ചയായിട്ടും പറയാം. ഈ UDF അധികാരത്തിൽ എന്തും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നത്, അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ പ്രകടന പത്രിക തന്നെ എണ്ണി പറയുന്നുണ്ട്. ഉദാഹരണം PM-3 പദ്ധതി കടലിൽ ഒഴുക്കുമെന്നാണ് അവരുടെ ഒരു മന്ത്രി പറഞ്ഞേക്കാണ്. കടലിൽ ഒഴുക്കിയിട്ട് കടലിൻ്റെതായ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതും മലക്കം പറഞ്ഞു. പിന്നെ ഉണ്ടാകുന്ന പല മേഖല, ആരോഗ്യ മേഖലയിൽ തന്നെ വീണാർ ജോർജ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇവരാവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് ആ പുള്ളിക്കാരത്തിന് വഴി തടയുകയും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തില്ല. ഇപ്പം ഈ ആരോഗ്യ മേഖല എല്ലാ സ്ഥിതി, വിദ്യാഭ്യാസ മേഖല പാഠപുസ്തകം ഇല്ല. സ്കൂൾ തുറന്നിട്ട് 3 മാസമായി. സ്കൂൾ തുറന്നിട്ട് 3 മാസമായിട്ട് വേണ്ട പോലെ പുസ്തകം കിട്ടുന്നില്ല, യൂണിഫോം കിട്ടുന്നില്ല. ഒരു പിതാവ് എന്ന രീതിയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, യൂണിഫോം 3 മാസമായിട്ട് 2 മാസമായിട്ട് യൂണിഫോം പോലും കിട്ടിയിട്ടില്ല സ്കൂളിൽ. ഈ CPM-നകത്ത് അങ്ങനെ ഒരു പാർട്ടി നിലപാട് CPM-നകത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഒരു ബ്രാഞ്ച് കമ്മിറ്റി ചർച്ച ചെയ്യുന്ന കാര്യം പോലും വെളിയിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ സംഘടനാ സംവിധാനം, CPM-ന്റെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ചർച്ച ചെയ്യണ ഒരു കാര്യവും ഒരു കാരണവശാലും വെളിയിലേക്ക് വരാൻ ചാൻസ് ഇല്ല. ചേട്ടാ, പുതിയ മുഖ്യമന്ത്രി കയറിയല്ലോ, വി.ഡി. സതീശൻ. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? പുതിയ ഭരണവും പഴയ ഭരണവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ഈ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നേരിട്ട് നയിച്ചപ്പോഴത്തേക്കിനും നയിച്ച വ്യക്തമായ മാറ്റങ്ങൾ 10 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല, ഉണ്ട്. പ്രകടമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല, അതുപോലെ തന്നെ നമ്മുടെ ഈ 4 ലക്ഷം ചില്ലാനും പേർക്ക് വീട് കൊടുത്ത സംവിധാനം എല്ലാം തന്നെ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റത്തിന് വിരുദ്ധമായി തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഈ UDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.